അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഞായറാഴ്ച മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് കൈമാറിയത്. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കിരൺ എസ്, ധനകാര്യ വകുപ്പിലെ പ്രത്യേക സെക്രട്ടറി നീൽ രത്തൻ എന്നിവരാണ് SITയിലെ അംഗങ്ങൾ. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ജൂൺ 13-ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ലഭിച്ച സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു നടപടി. അതേസമയം അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അയോധ്യ വിട്ടുപോകരുതെന്ന് SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്നൌവിലേക്ക് മടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അന്വേഷണ സംഘം ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ഈ നിർദ്ദേശം നൽകിയത്. ഭാരവാഹികളെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രതിദിന അന്വേഷണ റിപ്പോർട്ടുകൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇത് ക്രോഡീകരിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സമർപ്പിക്കുമെന്നും ക്ഷേത്ര സ്രോതസ്സുകൾ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ പുരോഗതി ദിവസേന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു. ഭണ്ഡാരത്തിലെ പണം തട്ടിയെന്ന പരാതിയിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ ട്രസ്റ്റിന്റെ മുൻകാല ഭൂമി ഇടപാടുകളിലേക്കും ക്ഷേത്ര നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയതിലെ അഴിമതി ആരോപണങ്ങളിലേക്കും നീണ്ടിരിക്കുകയാണ്. വിപണി വിലയേക്കാൾ ഉയർന്ന തുക നൽകി ട്രസ്റ്റ് ഭൂമി വാങ്ങിയെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിലാണ് ഇപ്പോൾ വിശദമായ പരിശോധന നടക്കുന്നത്. അതേസമയം കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളുടെ പരിമിതി. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളിലെ ദൃശ്യങ്ങൾക്ക് 45 ദിവസത്തെ സ്റ്റോറേജ് കാലാവധി മാത്രമാണുള്ളത്. ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ തനിയെ ഇല്ലാതാകും. ലഭ്യമായ ദൃശ്യങ്ങളിൽ ചിലതിൽ കൃത്രിമം നടന്നതായി സംശയമുള്ളതിനാൽ ഫോറൻസിക് പരിശോധനയിലൂടെ മാഞ്ഞുപോയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. ചോദ്യം ചെയ്യലിൽ ജീവനക്കാരുടെ മൊഴികളിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കവേ വലിയ കൂടുതൽ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. സംഭാവനയായി ലഭിച്ച 60 കിലോ വെള്ളിക്കട്ടികൾ കാണാനില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്ഷേത്രത്തിലെ രേഖകളിൽ ഇതിനെക്കുറിച്ച് വിവരമില്ല. രാംലല്ല പ്രാണപ്രതിഷ്ഠ സമയത്ത് ജ്വല്ലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സമർപ്പിച്ചതാണ് വെള്ളിക്കട്ടികൾ. വെള്ളിക്കട്ടികൾ ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയതിന്റെ രേഖകൾ ഉണ്ടെന്നും അസോസിയേഷൻ പറയുന്നു. എന്നാൽ കഴിഞ്ഞ 6 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച രേഖയോ വെള്ളിക്കട്ടികളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കട്ടികൾ ക്ഷേത്രത്തിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇത് നിലവിൽ ക്ഷേത്രത്തിൽ കാണാനില്ലെന്ന് ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് രസ്തോഗി പറഞ്ഞു.